ഹലോ എവ്രി വൺ. സോ നമ്മുടെ കാറ്റ് കഴിഞ്ഞു, സാറ്റ് കഴിഞ്ഞു, സ്നാപ്പ് കഴിഞ്ഞു. സോ ഇനി ആൾക്കാർ ഇനി എന്ത് എക്സാം എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള പല എക്സാംസും ഇപ്പോൾ tier 2 tier 3 കോളേജസിന് വേണ്ടിയുള്ള സി മാറ്റ് മാറ്റ് പോലെയുള്ള പല പരീക്ഷകളും ഉണ്ട്. SRCC GBO നമുക്കുണ്ട്. പക്ഷേ ഇനിയും ഒരു tier 1 ഒരു IIM ABC ലെവൽ ഒരു കോളേജിൽ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കാറ്റ് അത്ര റെഡി ആയില്ല, ബട്ട് കാറ്റിനെ ഒരുപാട് പ്രിപ്പയർ ചെയ്തു, ബട്ട് ഇനി എനിക്ക് അതുപോലത്തെ ഒരു കോളേജിൽ കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരം PGDBA ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PGDBA കുറിച്ച് തന്നെയാണ്. അപ്പോൾ PGDBA എന്ന് പറയുമ്പം പണ്ട് PGDBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ പ്രോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ, വിച്ച് ഈസ് ബീൻ ജോയിൻലി കണ്ടക്ടഡ് ബൈ IIM കൽക്കട്ട, ISI കൊൽക്കട്ട, വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ, ആൻഡ് IIT ഖരഗ്പൂർ, വൺ ഓഫ് ദി ഓൾഡ് IITs ഔട്ട് ദർ. പക്ഷേ ഇപ്പോൾ PGDBAയുടെ ഐ മീൻ ബിസിനസ് അനലറ്റിക്സിന്റെ, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് അനലറ്റിക്സിന്റെ ഡിമാൻഡ് കൂടിയോണ്ട് തന്നെ IIM ബാംഗ്ലൂരിൽ ഉൾപ്പെടെ ഇപ്പോൾ PGDBA തുടങ്ങിയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസ് പ്യുവർലി വെൻ ഐ ടോക്ക് അബൌട്ട് PGDBA, നമ്മൾ ഈ IIM കൽക്കട്ട, ISI ആൻഡ് IIT ഖരഗ്പൂർ ജോയിന്റ്ലി നടത്തുന്ന ഒരു ലെഗസി പ്രോഗ്രാമിനെ കുറിച്ചാണ്. ആൻഡ് ഇന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ കൂടെ ഉള്ളത് അനീസാണ്. ആൻഡ് അനീസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ IIM ഇൻഡോറിൽ ജോയിൻ ചെയ്ത സമയത്ത് അനീസ് IIM ഇൻഡോറിൽ അഡ്മിഷൻ കിട്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇനിഷ്യൽ മലയാളി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോഴൊക്കെ അതിൽ അനീസ് ഉണ്ടായിരുന്നു. ബട്ട് അത് കഴിഞ്ഞിട്ട് PGDBA കിട്ടി അനീസ് പോയതാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഒരു ഓൾഡ് IIM ബ്ലാക്ക് IIM കിട്ടിയിട്ട് IIMലെ MBA ജനറൽ MBA വേണ്ടാന്ന് വെച്ചിട്ടാണ് അനീസ് PGDBAക്ക് പോയിട്ടുള്ളത്. സോ അതെല്ലാം റീഡ് ബിറ്റ്വീൻ ദി ലൈൻസ് കാണുന്നത്. അപ്പോൾ എന്തായാലും അനീസെ, താങ്ക്സ് ലോട്ട് ഫോർ സ്പെയറിംഗ് യുവർ ടൈം. ഞാൻ അനീസിന്റെ അടുത്ത് ചോദിച്ചപ്പം ഒരു ഹെസിറ്റൻസും ഇല്ലാതെ അപ്പോൾ തന്നെ നമുക്ക് ഈ സെഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനീസ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ PGDBA? ഈ 3 കോളേജ് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ഒരുമിച്ച് റൺ ചെയ്യുന്നത്? ആൻഡ് അനീസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ പറഞ്ഞിട്ടൊന്ന് തുടങ്ങാം. അനീസിന്റെ ഒരു എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഈ PGDBA എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് വന്നു? വർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണോ അതിലെന്തെങ്കിലും അങ്ങനെയുള്ളൊരു ഡീറ്റെയിൽസ് തരാമോ? ഓക്കെ, ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്തത് ഇലക്ട്രോണിക്സിലാണ്. NIT എന്നാണ് ചെയ്തത്. ഞാൻ സായലിന്റെ ഫാദറിന്റെ സ്റ്റുഡന്റ് ആണ്. ഞങ്ങളുടെ HOD ആയിരുന്നു സായലിന്റെ ഫാദർ. ഞാൻ 2013 to 2017 NIT കാലിക്കറ്റിന് ഇലക്ട്രോണിക്സിൽ ബിടെക് എടുത്തു. അത് കഴിഞ്ഞ് 3 വർഷം സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് അമീഡിയസ് ലാബ്സ് എന്നൊരു ഒരു ഫ്രഞ്ച് ബേസ്ഡ് കമ്പനിയിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്തു. 3 years വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2020 ഞാൻ ഇങ്ങനെ PGDBA ജോയിൻ ചെയ്തു. അപ്പൊ ആദ്യം സാഹിൽ പറഞ്ഞ പോലെ ഞാൻ ആദ്യം IIM ഇൻഡോറിലെ MBAക്ക് ജോയിൻ ചെയ്തിരുന്നു. കാറ്റ് എന്റെ ഒരു ജസ്റ്റ് ഒരു ബാക്കപ്പ് പ്ലാൻ മാത്രമായിരുന്നു. എന്റെ എയിം എപ്പോഴും PGDBA ക്രാക്ക് ചെയ്യണമെന്നായിരുന്നു. ഞാൻ 2019 എക്സാം ക്രാക്ക് ചെയ്തിരുന്നു. പക്ഷെ ഇന്റർവ്യൂവിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്ത കാരണം മിസ്സായതാണ്. അപ്പോ 2020 എന്തായാലും ക്രാക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സെക്കൻഡ് ചാൻസ് ആയതുകൊണ്ട് ഒരു ബാക്കപ്പ് പോലെയാണ് ഞാനത് കാറ്റ് കണ്ടത്. ഇപ്പോൾ കാറ്റ് ആദ്യം ഇപ്പോൾ ആ ഒരു ഇയറിൽ എക്സാം കഴിഞ്ഞ് 2020 എക്സാം കഴിഞ്ഞ് കുറച്ച് കോർട്ട് കേസ് ഒക്കെ കാരണം റിസൾട്ട് കുറച്ച് ഡിലേ ആയതുകൊണ്ടാണ് ആദ്യം കാറ്റിന്റെ റിസൾട്ട് വന്ന് കാറ്റിന് ജോയിൻ ചെയ്ത്, പിന്നെ ഇതൊരു 2 months കഴിഞ്ഞിട്ടാണ് വന്ന് അങ്ങനെ ഇതിന് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എപ്പോഴും മാത്സിനോട് ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കാരണമാണ് ഞാൻ PGDBA ചൂസ് ചെയ്യുന്നത്. PGDBA പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 3 ഇൻസ്റ്റിറ്റ്യൂട്ട് ISI, IIT ഖരഗ്പൂർ ആൻഡ് IIM കൽക്കട്ട ഒരുമിച്ച് നടത്തുന്ന ഒരു ട്രെയിൻ റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. സോ 3 ക്യാമ്പസിലും നമ്മൾ പോയി 6 months സ്റ്റേ ചെയ്ത്, പിന്നെ ലാസ്റ്റ് സെമസ്റ്റർ ഒരു ഇന്റേൺഷിപ്പ്, ലൈക്ക് 6 months ഓഫ് ഇന്റേൺഷിപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നോർമൽ MBA ചെയ്യുമ്പോൾ നമുക്ക് ഒരു 2 months ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് 6 months ഏൺ ചെയ്യാം. അപ്പോ ഫീസിന്റെ ഒരു നല്ലൊരു എമൗണ്ട് നമുക്ക് നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടെ ഈ കോഴ്സിനുണ്ട്. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് 6 months തന്നെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആയി. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഇത് തന്നെ കിട്ടുന്നത്. അപ്പൊ ഇത് കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2015 സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമാണ്. ഇപ്പൊ ലൈക്ക് ഇപ്പൊ ഓൾമോസ്റ്റ് 9 years ആയി. ഇപ്പൊ ആക്ച്വലി എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഞാൻ പഠിക്കുമ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലൈക്ക് 2020 ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ 6th batch ആണ്. ഇപ്പൊ അത് 9th or 10th batch ആയിട്ടുണ്ടാവും. അപ്പോ അന്ന് ഞങ്ങൾ ഫേസ് ചെയ്തിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അലുമിനൈസ് ഒന്നും ഞങ്ങൾക്ക് മീൻസ് ലൈക്ക് 5-year-old അലുമിനൈസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു ഇൻഡസ്ട്രിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ലീഡേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഞങ്ങൾ ഫേസ് ചെയ്തിരുന്നു. പക്ഷെ വരുമ്പോഴേക്കും അതൊന്നും ഫേസ് ചെയ്യില്ല. കാരണം ലൈക്ക് 10 years ആയിട്ട് കോഴ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും 10 batches പുറത്തുണ്ട്. അപ്പോ അലുമിനൈ നെറ്റ്വർക്ക്സും കുറച്ച് സ്ട്രോങ് ആയി വരുന്നുണ്ട്. അപ്പോ അങ്ങനത്തെ ഒരു ന്യൂ കോഴ്സ് ആണെന്നുള്ള ഒരു പ്രശ്നമൊന്നും ഇപ്പം പഠിച്ചിറങ്ങുന്ന ആരും അങ്ങനെ ഫേസ് ചെയ്യുന്നില്ല. ലൈക്ക് ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും നല്ലൊരു അലുമിനിയം നെറ്റ്വർക്ക് ഉണ്ട്. പിന്നെ അത് മോർ ദാൻ ദിസ്
we get inducted to all the alumni groups like IIT Kharagpur's alumni group ആണെങ്കിലും ഓ ISI Kolkatയുടെ alumni group ആണെങ്കിലും IIM Kolkatയുടെ alumni group ആണെങ്കിലും എല്ലാ alumni ഗ്രൂപ്പിന്റെയും പാർട്ടാവുന്നു നമ്മള്. അപ്പൊ അത് ചെറിയൊരു കാര്യമല്ല. ലൈക്ക് ഇന്ത്യയിലെ ഡെഫിനറ്റ്ലി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ പാർട്ടാവുകയാണ് വിത്ത് എ സിംഗിൾ കോഴ്സ്. ഡെഫിനറ്റ്ലി സോ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം കാറ്റ് സാധാരണ എല്ലാവരും കാറ്റാണ് അവരുടെ ഏറ്റവും ഫസ്റ്റ് നോക്കുന്ന ഒരു എക്സാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ സാറ്റൊക്കെ അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് എക്സലാറൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിലും അതൊരു ബാക്കപ്പ് മാത്രമാണ്. പക്ഷെ ഇതെനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആണ്. ദാറ്റ് അനീസിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി വാസ് ലൈക്ക് ഈവൻ ഇപ്പൊ ഒരു IIM അഹമ്മദാബാദ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ABC കിട്ടിയിട്ടില്ലെങ്കിലും അനീസ് PGDB കിട്ടിയിട്ടില്ലെങ്കിൽ അതിനായിരുന്നു ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഓൾമോസ്റ്റ് PGDB തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ ആദ്യമേ ഇത് തന്നെയാണ് മീൻസ് MBA എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ലൈക്ക് എന്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് പറയാണ്. ലൈക്ക് ഗോട്ട് ഇറ്റ്. MBA എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ MBA കിട്ടുവാണെങ്കിലും കുറച്ച് അനലിറ്റിക്സിന്റെ എലക്ടീവ്സ് ഒക്കെ എടുത്ത് പിന്നെ ഒരു ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് അനലിറ്റിക്സ് എന്നുള്ള രീതിയിലേക്ക് പോകാനായിരുന്നു എന്റെ പ്ലാൻ. ഗോട്ട് ഇറ്റ്. അപ്പോ ഇതൊരു ഈസി വേ എന്റെ ഫ്രണ്ടിൽ ഉണ്ടാകുമ്പോൾ ഞാൻ എന്തായാലും MBA ഡെഫിനറ്റ്ലി. PGDB ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇനി അതാണ് എന്റെ അടുത്ത ചോദ്യം. ഇപ്പം MBA ആൻഡ് PGDBA രണ്ട് ഇതായിട്ട് പറഞ്ഞു. ഇപ്പം ഒരുപാട് സ്കൂളുകൾ PGDBA ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ IIM ബാംഗ്ലൂർ തുടങ്ങിയതുപോലെ. ഇപ്പൊ എന്റെ ഒരു ചോദ്യം ഇത് ഹൗ ഡിഫറെന്റ് ഈസ് ഇറ്റ് ഫ്രം എൻ MBA? ഒരു ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണം ഇപ്പൊ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് 2-3 വർഷം ഇപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ. അപ്പൊ അവരുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടാ ഞാൻ ഇത്രയും നാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു, പക്ഷെ എനിക്കൊരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ കുറെ പണിയെടുക്കാൻ വലിയ താല്പര്യമില്ല ഇൻ ടേംസ് ഓഫ് കോഡിങ്. അപ്പൊ ഞാൻ ഇനി അനലറ്റിക്സ് പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും ഇതുപോലെ കോഡിങ് തന്നെ, അതായത് പ്രോപ്പർ കോഡിങ് തന്നെ എനിക്ക് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നോൺ എഞ്ചിനീയേഴ്സിന്റെ അടുത്തുനിന്നാണ്. കാരണം അവരുടെ സംശയം ഇവരിത് എഴുതി കയറി കഴിഞ്ഞാൽ പിക്കപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള. അത് PGDBA മാത്രമല്ല ഞാൻ പറയുന്നത്, ജനറലി അനലറ്റിക്സ് പ്രോഗ്രാംസ് എടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് പിക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോൺ എഞ്ചിനീയേഴ്സ് ചോദിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത് ഉള്ളത് ഈ അനലറ്റിക്സ് തന്നെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ ഫോർ ദം. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ഡിഫറെന്റ് ഈസ് ഇറ്റ് ഫ്രം എൻ MBA ഇൻ ടേംസ് ഓഫ് ഫ്യൂച്ചർ കരിയർ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. കാരണം MBA ഒബ്വിയസ്ലി ഒരു കരിയർ ആക്സലറേറ്റർ ആയിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. സോ ഇതിൽ അത് എത്രത്തോളം ഡിഫറെന്റ് ആണ്? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് കോഡിംഗ് മാത്രമാണോ? അല്ല, നമുക്ക് കുറെ കരിയർ പാത്ത് ഉണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ചൂസ് ചെയ്യുന്നത്. വൺ ഇസ് ഡാറ്റ സയന്റിസ്റ്റ്. ഡാറ്റ സയന്റിസ്റ്റ് എന്നുള്ള ഒരു കരിയർ പാത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് കോഡിംഗ് ഉണ്ടായിരിക്കും. ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം കോഡിംഗ് തന്നെ ആയിരിക്കും. ബട്ട് ഇപ്പോൾ അല്ലാണ്ട് അനലറ്റിക്സ് കൺസൾട്ടന്റ് പോലെ ഒരു റോളിലേക്ക് പോവുകയാണെങ്കിൽ കോഡിങ്ങിന്റെ എമൗണ്ട് കുറയും. എന്നാലും നമ്മൾ കോഡ് ചെയ്യേണ്ടി വരും. ലൈക്ക് കോഡിംഗ് ആസ് ഇൻ കോർ കോഡിംഗ് അല്ല, നമുക്ക് ഒരു ബേസിക് പൈത്തൺ, ഇപ്പൊ എല്ലാവർക്കും ബേസിക് പൈത്തൺ യൂസ് ചെയ്യാൻ അറിയാലോ. അപ്പൊ ഒരു ബേസിക് പൈത്തൺ യൂസ് ചെയ്ത് ജസ്റ്റ് ഒരു ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ, ലൈക്ക് നമ്മൾ എക്സലിൽ ചെയ്യുന്ന പോലെ തന്നെ ഉള്ള ഒരു ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പൈത്തണിലും ചെയ്യാം. കാരണം ലൈക്ക് നമ്മൾ ചിലപ്പോൾ ഡീൽ ചെയ്യുന്നത് ബിഗ് ഡാറ്റ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബേസിക് കോഡിംഗ് മാത്രമേ അപ്പോൾ ഈ ഒരു അനലറ്റിക്സ് കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുള്ളൂ. അല്ല, ഇനി ചിലപ്പോൾ വേണമെങ്കിൽ AI പ്രൊഡക്ട് മാനേജർ അങ്ങനെ ഒരു ഫീൽഡിൽ നമുക്ക് പോവാം. അങ്ങനെ ഒരു ഫീൽഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കോഡിംഗ് എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. ഓക്കെ. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ലൈക്ക് എന്റെ ബാച്ചിൽ 2-3 പേരുണ്ടായിരുന്നു. ലൈക്ക് ദേ വർ ഫ്രം ദ നോൺ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, ലൈക്ക് എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട്, ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് വരെ ഒരാളുണ്ടായിരുന്നു. സോ അവരും ഇത് പിക്കപ്പ് ചെയ്ത് നല്ല പ്ലേസ്മെന്റോടെ തന്നെ അവരും പാസ്സായി. ലൈക്ക് നമ്മുടെ ഒരു എഫേർട്ട് എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും പിക്കപ്പ് ചെയ്യാന്നേ ഉള്ളൂ. ഡെഫിനറ്റ്ലി. ഇനി എനിക്ക് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്ത് ചോദിക്കേണ്ടത്, നിങ്ങളുടെ ഒരു അന്നത്തെ എനിക്ക് തോന്നുന്നു ബാച്ച് സ്ട്രെങ്ത് ഒരു 60 മറ്റോ ആയിരിക്കും അല്ലേ? 60 ആയിരുന്നു. അപ്പൊ ഇപ്പോഴും ഏതാണ്ട് ആ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ്, ഒരു കുറഞ്ഞ ബാച്ച് സൈസ് ഉള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് ഇപ്പോഴും ബാച്ച് സൈസ്. അതെ. അപ്പം അത് എങ്ങനെയുണ്ട്? അതൊരു പിയർ ലേണിംഗ് പോയിന്റ് ഓഫ് വ്യൂല്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഒരു ബാക്കി കാര്യങ്ങൾ ഇൻ ദ സെൻസ് IIT-യിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്, IIM-ൽ നിൽക്കുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് ഹോസ്റ്റൽ അക്കോമഡേഷൻ ആരുടെ കൂടെയാണ് തരിക? ആൻഡ് നിങ്ങൾക്കുള്ള ക്ലബ് കമ്മിറ്റി ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? അവിടുത്തെ MBA-കാരുമായിട്ട് എവിടെയെങ്കിലും ഇമേഷൻ വരുന്നുണ്ടോ? അല്ലെങ്കിൽ IIT പോകുമ്പോൾ അവിടുത്തെ BTech-കാരുമായിട്ട് എവിടെയെങ്കിലും ഇമേഷൻ വരുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇപ്പോ നമ്മുടെ ബാച്ച് സൈസ് 60 ആണ്. അപ്പോ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ബാച്ച് കുറച്ച് അത്രയും ഡൈവേഴ്സ് അല്ല. ഇപ്പോ ഒരു IIM-ൽ ഒരു MBA ചെയ്യുമ്പോൾ നമ്മുടെ ബാച്ച് നല്ല ഡൈവേഴ്സ് ആയിരിക്കും. ലൈക്ക് കുറെ ആംഗിളിൽ നിന്നുള്ള കുറെ ലൈക്ക് സ്ട്രീംസ് എന്നുള്ള ആൾക്കാരുണ്ടാവും. സയൻസ് സ്ട്രീം, ലിറ്ററേച്ചർ സ്ട്രീം, അങ്ങനെ കുറെ സ്ട്രീംസ് എന്നുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ ഇവിടെ വരുമ്പോഴേക്കും മോസ്റ്റ്ലി എഞ്ചിനീയറിംഗ് ഡോമിനേറ്റഡ് ആയിരിക്കും. ലൈക്ക് ഔട്ട് ഓഫ് 60 അറൌണ്ട് 55 പീപ്പിൾ വർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. ലൈക്ക് ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് നമുക്ക് കേൾക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു ബാച്ചിൽ വരുമ്പോഴേക്കും. പിന്നെ മോസ്റ്റ്ലി മെയിൽ ഡോമിനേറ്റഡ് ആയിരിക്കും. ലൈക്ക് ഓൾമോസ്റ്റ് 90% മെയിൽസ് ആയിരിക്കും. കാരണം
അങ്ങനെയാണ് ഈ ഇത് പൊതുവേ ഉള്ളൊരു വന്നുകൊണ്ടിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് ആ ഒരു കണ്ടിന്യൂഷൻ ഉള്ളത് എഞ്ചിനീയറിംഗ് ആ ഒരു ലൈനിൽ വരുന്നുണ്ടായിരിക്കും തോന്നുന്നു. ഡെഫിനറ്റ്ലി. നിങ്ങളുടെ നിങ്ങൾ ഇതില് ഈ 4 സെമിസ്റ്റേഴ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോ സെമിസ്റ്റേഴ്സ് എങ്ങനെയാണ് ഇത്, നിങ്ങൾ ഓരോ ക്യാമ്പസിൽ പോകുമ്പോൾ ഉള്ള ഇതുണ്ടല്ലോ, നമുക്ക് ഒരു ക്യാമ്പസ് 2 വർഷം നിൽക്കുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് അല്ല. അപ്പൊ ഇതെങ്ങനെയാണ് ഈ ഒരു എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആയിട്ടുള്ളത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സെമസ്റ്റർ 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെമസ്റ്ററിലാണ്. അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, ലൈക്ക് അത് IIM കൽക്കട്ടയിലാണ്. അപ്പോ MBA നമ്മുടെ ടേം 1 ഇല്ലേ, യാ അപ്പൊ ലൈക്ക് സെയിം സബ്ജക്ട്സ് ലൈക്ക് ഇൻട്രൊഡക്ഷൻ ടു ഓൾ ദി സ്ട്രീംസ് ഓഫ് ബിസിനസ് ലൈക്ക് മാനേജ്മെന്റ്, ഓപ്പറേഷൻസ്, ഫൈനാൻസ്. അപ്പൊ അങ്ങനെ ഒരു 1.5 months നമ്മൾ IIM കൽക്കട്ടയിൽ സ്പെൻഡ് ചെയ്യും. അതിൽ ലൈക്ക് എല്ലാ ഒരു ഡൊമൈനും പഠിപ്പിക്കും. എല്ലാ ഡൊമൈനിലും നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തരും. ഓക്കെ ദെൻ ദ ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റാർട്ട്സ്. അത് ISI കൽക്കത്തയിൽ വെച്ചിട്ട്. ഓക്കെ. ഇത് അവിടെയാണ് എത്ര നമ്മൾ നാളായി? സീറോ എന്ന് പറയുന്നത് 6 month ഉണ്ട്. ഇല്ല 1.5 months. 1.5 months. ഓക്കെ ഫൈൻ. പിന്നെ അടുത്ത സെമസ്റ്റർ ആണ് സെമസ്റ്റർ 1. സെമസ്റ്റർ 1 അത് ISI കൊൽക്കത്തയിലാണ്. അവിടെ നമ്മൾ ലൈക്ക് കോർ സ്റ്റാറ്റിസ്റ്റിക്സ്, നമ്മളൊരു ഇപ്പോ ഫോർ എക്സാമ്പിൾ ഉള്ള മെഷീൻ ലേണിംഗ് മോഡൽസും അല്ലെങ്കിൽ ഉള്ള ന്യൂറൽ നെറ്റ്വർക്ക്സും എല്ലാത്തിന്റെയും ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടക്കുന്നു എന്നുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ പഠിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് അറിയുന്നുണ്ടായിരിക്കും M3 എന്താണ്, ലൈക്ക് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഒരു പേപ്പർ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ഹൈ ലെവൽ നമ്മൾ പഠിക്കും. പിന്നെ ഇൻഫറൻസ് ഹൈപ്പോത്തസിസ്, അതിന്റെ ഒരു ഹൈ ലെവൽ നമ്മൾ പഠിക്കും. അങ്ങനെ ഫുൾ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ് ഇവിടെ. അപ്പൊ ഇവിടെ ഈ പൊതുവെ ആൾക്കാർ പറയാറുള്ളത്, ഈ ISIയിൽ ഞാൻ കേട്ടിട്ടുള്ളത്, ഈ കയറുന്ന ആൾക്കാർ അത്യാവശ്യം ഇന്റലക്ച്വലി അറ്റ്ലീസ്റ്റ് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് സൈഡ് വളരെ സ്ട്രോങ് ആയിരിക്കും. എന്നാൽ പോലും അവർക്ക് പോലും കോപ്പപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് ISIയിലെ നോർമൽ കോഴ്സസ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു സെമിസ്റ്റർ എത്രത്തോളം ഹെക്റ്റിക് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് നിങ്ങൾ കയറുമ്പോൾ ISI? ഞാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്തതും എന്റെ CGPA ഏറ്റവും കുറവുള്ള സെമസ്റ്റർ ISI കൊൽക്കത്തയാണ്. കൊൽക്കത്തയാണ്. ഓക്കെ അപ്പൊ ഏറ്റവും എഫേർട്ട് എടുത്ത സെമസ്റ്ററും ISI കൊൽക്കത്തയാണ്. ഓക്കെ. അപ്പൊ അവിടുത്തെ ടോപ്പ് ഫാക്കൽറ്റീസ് ഒക്കെ തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുക? അവിടുത്തെ ടോപ്പ് ഫാക്കൽറ്റീസ് ആണ്. നമ്മള് ലൈക്ക് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് മാത്തമെറ്റീഷ്യൻസ് ആണ് നമ്മൾ അവിടെ പഠിപ്പിക്കാൻ വരുന്നത്. അപ്പൊ കുറച്ച് ഒരു വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ. ലൈക്ക് എന്താ പറയാ, പത്മശ്രീ കിട്ടിയ പ്രൊഫസേഴ്സ് വരെ നമ്മളെ ക്ലാസ് എടുക്കുന്നു പറയുമ്പോഴേക്കും നമുക്കത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഡെഫിനറ്റ്ലി യാ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെമസ്റ്റർ നമ്മൾ IIT ഖരഗ്പൂരിൽ പോകും. ഓക്കെ. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ച സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ മെഷീൻ ലേണിംഗ് മോഡൽസ് ഉണ്ടാക്കുന്നു, അതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ്, എന്തൊക്കെ മെഷീൻ ലേണിംഗ് മോഡൽസ് ഉണ്ട്, അതിന്റെ ഒരു ഫോർ എക്സാമ്പിൾ ലൈക്ക് ഹൗ ഈസ്, ഫോർ എക്സാമ്പിൾ ഒരു മോഡൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ റാൻഡം ഫോറസ്റ്റ് എന്നുള്ള ഒരു മെഷീൻ ലേണിംഗ് മോഡൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിന്റെ ഡീപ്പായിട്ട് പോയി പഠിക്കുന്നു. അങ്ങനെയുള്ള ഒരു സബ്ജക്ട്സ് ആണ് അവിടെ. മോറോവർ പിന്നെ അവിടുത്തെ VG സോം ലൈക്ക് IIT ഖരഗ്പൂരിലെ വിനോദ് VG ഗുപ്ത സോം, സ്കൂൾ ഓഫ് മാനേജ്മെന്റ്. യാ. അവരുടെ മാനേജ്മെന്റ് സ്കൂളാണ് ഇത് ഓഫർ ചെയ്യുന്നത്. ഓക്കെ. അവരുടെ കുറച്ച് മാനേജ്മെന്റ് സബ്ജക്ട്സ് കൂടെ ഉണ്ട്, ലൈക്ക് റിലേറ്റഡ് ടു അനലിറ്റിക്സ്, ലൈക്ക് ബാങ്കിങ് അനലിറ്റിക്സ്, ഫൈനാൻസ് അനലിറ്റിക്സ്, മാർക്കറ്റിംഗ് അനലിറ്റിക്സ്. ഓക്കെ. ഓക്കെ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ അവിടെ നിങ്ങളുടെ സ്റ്റേ എന്ന് പറയുന്നത് ഈ VG സോമിന്റെ ഡെഡിക്കേറ്റഡ് ഇവരുടെ ഹോസ്റ്റൽ? ഓഫീസിൽ തന്നെ. ഓക്കെ ഓക്കെ. സോറി, ഇവരുടെ ഹോസ്റ്റലിൽ തന്നെ. ഹോസ്റ്റൽസിൽ തന്നെ. യാ യാ. പിന്നെ ഇവിടെ ബിഗ് ഡാറ്റ അങ്ങനെ കുറെ എലക്ടീവ്സ് നമുക്ക് ചൂസ് ചെയ്യാം. ന്യൂറൽ ഡീപ് ലേണിംഗ് എലക്ടീവ്സ് ചൂസ് ചെയ്യാം. അതൊക്കെ നമ്മൾ എങ്ങനെ ഒരു കൂടുതൽ കോറിലേക്ക് പോകണം എന്നുള്ളവർ ഡീപ് ലേണിംഗ് എലക്ടീവ്സ് ചൂസ് ചെയ്യും. അത്ര കോറിലേക്ക് പോകണ്ട എന്നുള്ളവർ സിമ്പിൾ ആയിട്ടുള്ള വേറെ എലക്ടീവ്സും ചൂസ് ചെയ്ത് അങ്ങനെ പോകും. പിന്നെ നമ്മൾ അടുത്ത് IIM കൽക്കട്ടയിലേക്ക് വരുന്നു. IIM കൽക്കട്ടയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫുൾ അനലിറ്റിക്സ് റിലേറ്റഡ് കോഴ്സ് ആണ്, ബിസിനസ് അനലിറ്റിക്സ് റിലേറ്റഡ് കോഴ്സ്. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് 2 സെമസ്റ്ററിലും സ്റ്റാറ്റിസ്റ്റിക്സും പഠിച്ചു, ഇവിടെ വന്ന് മെഷീൻ ലേണിംഗ് പഠിച്ചു. ഇപ്പൊ ഇത് രണ്ടും എങ്ങനെ ബിസിനസ്സിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് IIM കൽക്കട്ടയിൽ വന്നിട്ട് നമ്മൾ ചെയ്യുന്നത്. ലൈക്ക് കുറച്ച് ടൂൾസും പഠിപ്പിക്കും, ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും നമ്മളെ പഠിപ്പിക്കും. പ്ലസ് നമ്മൾ എങ്ങനെ ഇത് വെച്ച് ഇൻസൈറ്റ്സ് കണ്ടുപിടിക്കാം, എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം, ഒരു വിഷ്വലൈസ് ചെയ്തത് എങ്ങനെ സ്റ്റോറി ടെല്ലിംഗിൽ നമുക്കത് പ്രസന്റ് ചെയ്യാം. അപ്പൊ അതെല്ലാമാണ് IIM കൽക്കട്ടയിൽ വരുമ്പോ നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായി. ഇനി എൻ്റെ ഒരു സംശയം, ഈ ലാസ്റ്റ് 6 months ഇതാണെന്ന് പറഞ്ഞു, ഇന്റേൺഷിപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴാണ് ഈ ഇന്റേൺഷിപ്പിന്റെ പ്ലേസ്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്? ആൻഡ് സാധാരണ നമ്മൾ കാണാറുള്ളത്, ഇപ്പൊ ഈവൻ ഫോറിൻ എക്സ്ചേഞ്ച് പ്രോഗ്രാമിനൊക്കെ പോകുന്ന കുട്ടികൾ പോലും B സ്കൂൾസ് 2 years MBA ചെയ്യുന്ന സമയത്ത് അവർ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ പ്ലേസ്മെന്റ് അറ്റൻഡ് ചെയ്യാറാണ്. ഇപ്പൊ ഈ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഇൻ കേസ് ഒരു PPO കൺവേർട്ട് ആയില്ലെങ്കിൽ പിന്നെ തിരിച്ച് ക്യാമ്പസിൽ പ്ലേസ്മെന്റിന് വേണ്ടി മാത്രം നിങ്ങൾ തിരിച്ചു പോകുന്നുണ്ടാവും, അങ്ങനെയാണോ? എങ്ങനെ എന്ത് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? അപ്പൊ അങ്ങനെ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ഒരു സെക്കൻഡ് ഇയറിന്റെ 1.5 years ആകുമ്പോഴേക്കും നമുക്ക് ഇത് കോഴ്സ് കഴിയും. പിന്നെ ഇന്റേൺഷിപ്പ് ആണ്. അപ്പൊ അതിന്റെ ഒരു 1.5 months മുന്നേ ആണ് നമുക്ക് നമ്മുടെ സമ്മേഴ്സ് ലൈക്ക് ഇന്റേൺഷിപ്പ് പ്ലേസ്മെന്റ്സ്.
ഒരു 1.5 months. അപ്പൊ നമുക്കത് ഇന്റേൺഷിപ്പ് കിട്ടിയിട്ട് അതൊരു നവംബറിൽ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ മെയ് വരെയാണ്, അപ്പൊ ലൈക്ക് 6 months. ഇപ്പൊ ഇവരുടെ ഇപ്പൊ ഏതൊരു കമ്പനീസ് വരുമ്പോഴും അവർ ഉണ്ടാക്കുന്ന ഒരു പാറ്റേൺ എന്താന്ന് വെച്ചാൽ 4 months, ലൈക്ക് ഫസ്റ്റ് 4 months, നവംബർ ഡിസംബർ ജാൻ ഫെബ് എൻഡ് ആകുമ്പോഴേക്കും PPO കൺഫേംഡ് ആണോ അല്ലേ എന്ന് പറയണം എന്നാണ്. ഓക്കെ, സോ ലൈക്ക് ഇന്റേൺഷിപ്പ് തീരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണ്ട. 4 months കഴിയുമ്പോഴേക്കും അവർ ഇൻഫോം ചെയ്യും ലൈക്ക് ഇത് കൺവേർട്ടർ ആണോ അല്ലേ എന്ന്. അപ്പോ ലൈക്ക് കൺഫേംഡ് അല്ലെങ്കിൽ നമുക്ക് മാർച്ച് ഫസ്റ്റ് വീക്കിൽ നമ്മൾ ക്യാമ്പസിൽ പോയിട്ട് വീണ്ടും പ്ലേസ്മെന്റ്സിന്. ഇപ്പൊ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 75% ആണ് കൺവേർഷൻ റേറ്റ് നമ്മുടെ. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും PPO കിട്ടുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പൊ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 60 സ്റ്റുഡൻസിൽ 75%, ലൈക്ക് 45 സ്റ്റുഡൻസിന് PPO കിട്ടും, ബാക്കി 15 സ്റ്റുഡൻസേ ഫൈനൽസിന് വരുള്ളൂ. അപ്പൊ നമ്മൾ ഫൈനൽസിന് വരുന്നവരുടെ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ലൈക്ക് 15 സ്റ്റുഡൻസിന് വേണ്ടി എത്രത്തോളം കമ്പനീസ് വരും എന്നുള്ളൊരു കാര്യം ഭയങ്കര കഷ്ടമാണ്. ലൈക്ക് അവർക്ക് കമ്പനീസ് വരുമ്പോൾ അവർക്ക് സെലക്ട് ചെയ്യാനുള്ള പൂള് ഭയങ്കര ചെറുതായതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഈ നമ്മൾ MBA ചെയ്യാൻ കയറുന്ന സമയത്ത് 2019-20 ഞാൻ കേട്ടിട്ടുള്ളത് ഒരു ദിവസം കൊണ്ട് 60 പേരും പ്ലേസ്ഡ് ആവുന്നു, ആൻഡ് അന്ന് തന്നെ ഏതാണ്ട് 30 LPA സോർട്ട് ഓഫ് പാക്കേജ് ഒക്കെ ആവറേജ് കിട്ടുന്നുണ്ടോ എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും ഇങ്ങനെയാണോ പൊതുവെ ഒരു പ്ലേസ്മെന്റ് പോകുന്നത്? അതായത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് എൻ്റെ ബാച്ച് അത്രയും ഡിമാൻഡ് മാർക്കറ്റിൽ നിന്ന് വരുന്നുണ്ടോ അതിന്? ഉണ്ട്. ലൈക്ക് നമ്മുടെ ബാച്ചിലെ ഓൾമോസ്റ്റ് 90% സ്റ്റുഡൻസും ഹാഫ് ഡേയിൽ പ്ലേസ്ഡ് ആയിരുന്നു. ഹാഫ് ഡേയിൽ പ്ലേസ് ആയി. ഓക്കെ, മനസ്സിലായി. ഇനി നിങ്ങളുടെ ഒരു പേരന്റ് ക്യാമ്പസ് എന്ന് പറയുന്നത് ഇത് IIM കൽക്കട്ട തന്നെയാണ്. ഈ ഓഫ് ദി 3 ക്യാമ്പസസ് IIM കൽക്കട്ടയാണ് ഇപ്പം നിങ്ങൾ പ്ലേസ്മെന്റ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഒക്കെ പോകുന്നത് അല്ലേ? അതല്ല, അങ്ങനെയല്ല. ഇത് ഇപ്പൊ ഒരു കോഴ്സ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഉണ്ടല്ലോ, അഡ്മിഷൻ, പ്ലേസ്മെന്റ്, എക്സാക്ട്ലി. അങ്ങനെ ഓരോ ആസ്പെക്ട്സും ഓരോ വർഷവും ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. ലൈക്ക് 1 ഇയർ ഇത് IIM കൽക്കട്ട മാനേജ് ചെയ്യും, അടുത്ത ഇയർ IIT ഖരഗ്പൂർ മാനേജ് ചെയ്യും, അടുത്ത ഇയർ ISI കൊൽക്കത്ത മാനേജ് ചെയ്യും. സോ അതിങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോ ഒറ്റ ഒരു ക്യാമ്പസ് മാത്രമായിരിക്കില്ല നമ്മുടെ ഇത് ഒന്നും ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഈ നിങ്ങൾക്ക് ഇപ്പൊ 3 ക്യാമ്പസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇൻ ദ സെൻസ് ഇപ്പൊ ഒരു ക്യാമ്പസ് ലൈഫ് പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിനെ വിലയിരുത്തുക? ഇപ്പം ഉദാഹരണത്തിന് ക്ലബ്ബ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്പോർട്സ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ്? ഇപ്പം BG സോമിൽ പോകുമ്പോൾ അവരുടെ കൂടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ഇപ്പൊ IIM കൽക്കട്ടയിലാണെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസിന്റെ കൂടെ. അപ്പോ സ്പോർട്സിലൊക്കെ നമ്മുടെ അവിടെ നടക്കും. അപ്പൊ ആ ഒരു ടൈമിൽ നടക്കുന്ന ഇപ്പോ ബാച്ച് ഇവന്റ്സ് ആണെങ്കിലും, അപ്പൊ ആ ഒരു ടൈമിൽ നമ്മളെ ക്യാമ്പസിലുള്ള ടൈമിൽ നടക്കുന്ന ഇവന്റ്സിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ക്ലബ് ആണെങ്കിലും നമുക്ക് ക്ലബിലും ജോയിൻ ചെയ്യാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം അനീസ് ഇപ്പൊ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പം അനീസ് ഇപ്പം ആഫ്റ്റർ PGDBA റോൾ എന്താണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇപ്പോ ലൈക്ക് ഞാൻ PGDBA കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ITCയിൽ ഇന്റേൺഷിപ്പ് ചെയ്തു. ITCയിൽ ഡാറ്റ സയന്റിസ്റ്റ് ആയിട്ടാണ്. അപ്പോ അതിലൊരു സെയിൽസ് ഫോർകാസ്റ്റിംഗ് പ്രോബ്ലം പോലെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഷ്നൈഡറിൽ വർക്ക് ചെയ്തു ഒരു 1 ഇയർ. ഷ്നൈഡറിൽ വർക്ക് ചെയ്യുന്ന സീനിയർ മാനേജർ AML ആയിട്ടാണ് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തു. പിന്നെ ഇപ്പോ ഡെലോയിറ്റിൽ സീനിയർ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സീനിയർ കൺസൾട്ടന്റ് എന്താണ്? ഇപ്പൊ PGDBA കഴിഞ്ഞുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ ഉണ്ടോ? അല്ലേ, സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ ടീം എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യുന്നത് നമ്മൾ സപ്ലൈ ചെയിൻ അനലിറ്റിക്സ് ആണ്. അപ്പോൾ ഫുള്ളി അനലിറ്റിക്സ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ് ചെയ്യുന്നത്. ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ഇഫ് ദേ ആർ കൺഫ്യൂസ്ഡ് ആസ് ടു സേ കൂടുതലും MBA ആസ്പിറൻസ് ആയിരിക്കും കാണുന്നത്. അപ്പൊ അവർക്ക് ഇതൊരു MBA ഇപ്പം വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റില്ലെങ്കിൽ യെറ്റ് അനദർ എക്സാം ആയിട്ട് PGDBA എടുക്കുന്നതിനോട് അനീസിന്റെ ഒരു ഒപ്പീനിയൻ എന്തായിരിക്കും? അതായത് അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി, ഇപ്പൊ ഇത്രയും കേട്ടിട്ട്. ഓൺലി ഇഫ് യു ആർ പാഷനറ്റ് അബൌട്ട് എയ്തർ മാത്ത് ഓർ അനലറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ആണെങ്കിൽ മാത്രം ഇതെടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അനീസിന് ടു ഓൾ ദി വ്യൂവേഴ്സ് ഒരു ഫൈനലി പറയാനുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? അതായത് ഇപ്പൊ ഞാൻ മിസ് ഔട്ട് ആയിപ്പോയോ ചോദിക്കാൻ മറന്നുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ. ഫസ്റ്റ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാമിന്റെ ഫോർമാറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം CAT. ലൈക്ക് 50 ക്വസ്റ്റ്യൻസ് ഉള്ളൂ എക്സാമിന്. ലൈക്ക് അതിൽ 25 ക്വസ്റ്റ്യൻസ് ആർ വെരി സിമിലർ ടു CAT. ലൈക്ക് VARC, DILR എല്ലാം ആയിരിക്കും ഫസ്റ്റ് 25 ക്വസ്റ്റ്യൻസ്. അത് നമുക്ക് CATന് പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് ലൈക്ക് വളരെ ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്യാവുന്നുള്ള 25 ക്വസ്റ്റ്യൻസ്. മോസ്റ്റ്ലി ലൈക്ക് എക്സാം എഴുതുന്ന എല്ലാവരും 25 ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്തായിരിക്കും. ബട്ട് ദ നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻ ഇസ് ദ ചലഞ്ച്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു JEE മെയിൻസിന്റെ കാളിലും കുറച്ചും കൂടെ ഒരു ലെവൽ, എന്നാൽ JEE അഡ്വാൻസിന്റെ ലെവൽ ഇല്ലാത്ത ഒരു മാത്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്.
അപ്പൊ അത് ക്രാക്ക് ചെയ്യുന്ന, അപ്പൊ അതാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ റാങ്ക് എത്ര വരുമെന്ന്. ഉം. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു കൺവേർഷൻ റേറ്റ് ഭയങ്കര കുറവാണ്. ലൈക്ക് ബാച്ച് സൈസ് ഭയങ്കര കുറവായതുകൊണ്ട് 60 ആൾക്കാരെ ഓരോ വർഷം എടുക്കുള്ളൂ. Got സോ it. കുറച്ച് കോമ്പറ്റീഷനും കൂടും. ഉം. പിന്നെ ഇപ്പോ ഇത് ബാച്ചിന്റെ പോപ്പുലാരിറ്റി കൂടുന്നുണ്ട്, പക്ഷെ ബാച്ച് സൈസ് അവർ ഇൻക്രീസ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളാണ് ആദ്യം. പക്ഷെ ഇത് നല്ല പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നുള്ളൂ. കാരണം ഇതിന് വേണ്ടി എഫേർട്ട് എടുക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. ലൈക്ക് മോസ്റ്റ്ലി ക്യാറ്റിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അതിന്റെ കൂടെ ഇതും ചെയ്യാന്ന് പറയും. പക്ഷെ ഇതിന് വേണ്ടി എഫേർട്ട് എടുക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. അപ്പൊ ഉം. കുറച്ച് 12th കുറച്ച് മാത്സിലെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ട് പോവാണെങ്കിൽ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നേ. Got it. ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാച്ചിൽ ഫസ്റ്റ് 2 സെമസ്റ്റർ നന്നായിട്ട് എഫേർട്ട് എടുക്കണം. ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നല്ല ഹൈ ലെവൽ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ് നമ്മൾ അവിടെ ഡീൽ ചെയ്യുന്നത്. ഉം. സോ നമ്മളൊരു എഞ്ചിനീയറിംഗ് വൈബിൽ പോവുകയാണെങ്കിൽ നമ്മൾ വളരെയധികം കഷ്ടപ്പെടും അവിടെ പോയാൽ. Got സോ it. Yeah. നമ്മുടെ മെന്റാലിറ്റി ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണം ISIയിൽ പോകാൻ. IIT പിന്നെ നമുക്ക് മാനേജ് ചെയ്യാം. കാരണം ISI സ്മൂത്ത് ആയി പോവുകയാണെങ്കിൽ ബാക്കി 2 സെമസ്റ്റർ കൊണ്ടും കാര്യമുള്ളൂ. Got it. Got മനസ്സിലായി. it. അപ്പൊ പിന്നെ ഒരു ഫണ്ടിന് ഒരു UG ഒക്കെ കഴിഞ്ഞു, ഇനി ഒരു PG കുറച്ച് നാള് ഒരു നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചില്ല് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം മാത്രം വെച്ചിട്ടാണെങ്കിൽ മൈ നോട്ട് ബി എ ഗുഡ് ഓപ്ഷൻ ഫോർ ഷുവർ, ഗുഡ് റൈറ്റ്? ഓപ്ഷൻ. യാ. പിന്നെ ഇതിന്റെ ഒരു ഫീ വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പം പറഞ്ഞു 6 മാസത്തിൽ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാന്നുള്ളതും ഒരു വലിയൊരു പെർക്കാണല്ലോ. കാരണം എനിക്ക് തോന്നുന്നു നല്ലൊരു പോർഷൻ അറ്റ്ലീസ്റ്റ് ഒരു 20-25% ഓഫ് ദി ഫീസ് ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ ആ ഒരു ടൈം ആവുന്ന സമയത്ത്. ROI വൈസ് ഒക്കെ എല്ലാവരും ഹാപ്പിയാണോ? ബാച്ചിലുള്ള മൊത്തത്തിൽ എങ്ങനെയാണ് ഒരു ബാച്ച് സെന്റിമെന്റ്സ്? അതായത് സേ ലുക്കിംഗ് ബാക്ക്, അല്ലെങ്കിൽ വെൻ യു ടോക്ക് ടു യുവർ ബാച്ച് മേറ്റ്സ്, ഹൗ ആർ യു ഐ മീൻ അനലൈസിങ് യുവർ ഡിസിഷൻ ടു ടേക്ക് എ PGDBA ഇൻ ദി ഫസ്റ്റ് പ്ലേസ്? ബാച്ചിൽ അങ്ങനെ ആരും അൺഹാപ്പി അല്ല. കാരണം ലൈക്ക് നമ്മളിപ്പോ 60 ആൾക്കാരും പ്ലേസ്ഡ് ആയ ഇപ്പോ ഇന്റേൺഷിപ്പിന്റെ ടൈമിലാണെങ്കിൽ എല്ലാവരും മിനിമം 1 lakh എന്നുള്ളൊരു ലൈക്ക് സ്റ്റൈപ്പൻഡിലാണ് എല്ലാവരും ഇന്റേൺഷിപ്പിന് പ്ലേസ്ഡ് ആയത് യാ. പെർ മന്ത്. യാ. അപ്പൊ അങ്ങനെ ഒരു മോണിറ്ററി വൈസ് അങ്ങനെ ആരും അൺഹാപ്പി അല്ല. ലൈക്ക് ഇനി പിന്നെ കാശ് എത്ര കിട്ടിയാലും ആർക്കും മതിയാവില്ലല്ലോ. അങ്ങനത്തെ അതെ. ഒരു അൺഹാപ്പിനെസ് അല്ലാണ്ട് യാ. വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ലൈക്ക് എല്ലാവരും ഹാപ്പിയാണ്. ലൈക്ക് പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും 75% ആൾക്കാരും കൺവേർട്ടഡ് ആയി. സോ ലൈക്ക് എല്ലാവരും നല്ല നിലയിൽ തന്നെയാണ്. ആരും പ്ലേസ്ഡ് ആവാതിരിക്കുന്നില്ല എന്നാണ് ഈ ബാച്ചിന്റെ ഒരു Got it. പ്ലസ് പോയിന്റ്. ലൈക്ക് പിന്നെ ഈ പ്ലേസ്മെന്റ് ഫിഗേഴ്സ് ഒന്നും ഒട്ടും ഇൻഫ്ലേറ്റഡ് അല്ല. ലൈക്ക് ഇൻഫ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 60 പേരേ ഉള്ളൂ. 60 പേര്. യാ. സോ ആരെയും പിന്നെ ലൈക്ക് പ്ലേസ്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കിയിട്ട് അങ്ങനെ ഒരു ഇതൊന്നും ചെയ്യണ്ട. ഇതിപ്പോ എല്ലാവരുടെയും 60 ആൾക്കാരുടെയും ഫിഗർ ആണ് പുറത്ത് വിടുന്നത്. മീഡിയൻ ആണെങ്കിലും മീൻ ആണെങ്കിലും എല്ലാവരുടെയും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫിഗർ ആണ് പുറത്ത് ഇടുന്നത്. സോ Got it. മോണിറ്ററി വൈസ് എല്ലാവരും ഹാപ്പിയാണ്. ലൈക്ക് പിന്നെ 6 മന്ത്സിന്റെ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ ലൈക്ക് ഫീസ് കുറച്ച് ഹൈ ആണ് കമ്പയർഡ് ടു ലൈക്ക് സിമിലർ ടു ടോപ്പ് 3 IIMs. Okay, which is around 30-35 sort of ആവും അല്ലേ? ഞാൻ ചെയ്തിരുന്ന സമയത്ത് ലൈക്ക് 24-25 ആയിരുന്നു. ഇപ്പം ഇപ്പൊ ആ ഒരു റേഞ്ച് ആയിരിക്കും, 30-35 ആയിരിക്കും. റേഞ്ച് ആയിരിക്കും. ഐ ഡോണ്ട് നോ. ലൈക്ക് നോക്കണം. എനിക്ക് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഇപ്പോൾ നല്ല കോളേജിൽ, ഇപ്പോൾ NIT IIT പോലുള്ള കോളേജിൽ കഴിഞ്ഞിട്ട് അവർ ഇപ്പം ഒരു ഫാൻ കമ്പനി പോലത്തെ കമ്പനീസിൽ അത്യാവശ്യം നല്ല പാക്കേജിൽ, ഫോർ എക്സാമ്പിൾ ഒരു 25 LPAക്ക് എങ്കിലും വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും ആ ജോബ് റിസൈൻ ചെയ്തിട്ട് IIM ABC ഒക്കെ ടാർഗറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പം Ivy League ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയിട്ട് MBA ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് ഇഫ് ദേ കണ്ടിന്യൂ ഇൻ ദാറ്റ് ആ ഒരു ടെക് കരിയർ, അവർക്ക് കുറെ മോണിറ്ററി മണി വൈസ് അവർക്ക് കുറെ ഗ്രോ ചെയ്യാൻ പറ്റും. സ്റ്റിൽ ദേ ഡൂ ദാറ്റ് ക്ലെയിമിങ് ദാറ്റ് ഈ ഒരു ടെക് ഡിഗ്രി അല്ലെങ്കിൽ ഒരു UG ഡിഗ്രി മാത്രം വെച്ചിട്ട് ആഫ്റ്റർ എ പോയിന്റ് യു വിൽ റീച്ച് എ ഗ്ലാസ് സീലിംഗ്. സോ കരിയർ ഗ്രോത്തിനെ കുറിച്ചാണ് അവർ സംസാരിക്കാറുള്ളത്. വെൻ യു ടോക്ക് അബൌട്ട് PGDBA, ഇതിനൊരു അനലറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കമ്പനിയിൽ, അതായത് കോർപ്പറേറ്റിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു IIM ABC എന്നൊക്കെ MBA എടുത്ത ഗ്രാഡ്സിന് കൊടുക്കുന്ന പോലെയുള്ള ഡിസിഷൻ മേക്കിംഗ് റോൾസിലോട്ട് പ്രോഗ്രസ് ചെയ്യാൻ എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതോ അത് തിരിച്ച് പോസിറ്റീവായിട്ടാണോ നിങ്ങൾക്കുള്ളത്? കാരണം സിൻസ് യു ആർ ഹാവിങ് ഒരു സ്പെഷ്യലൈസേഷൻ കൂടെ ഉള്ളതുകൊണ്ട്. സോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ലൈക്ക് എപ്പോഴും ഒരു പ്ലസ് പോയിന്റ് IIMC എന്നുള്ള ഒരു ടാഗ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഒരു പ്ലേസ് പോയിന്റ് നമ്മുടെ ഒരു വോയിസിന് എപ്പോഴും ആ ഒരു വാല്യൂ എല്ലായിടത്തും തരും. Got it. സോ ലൈക്ക് അങ്ങനെ എവിടെയോ ഒരു ഡ്രോബാക്ക് ആയിട്ട് ലൈക്ക് ദിസ് ഇസ് ജസ്റ്റ് സ്പെഷ്യലൈസേഷൻ എന്നുള്ള ഒരു ഡ്രോബാക്ക് ആയിട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടില്ല. ലൈക്ക് എപ്പോഴും IIMC എന്നുള്ള ഒരു ടാഗ് ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മുടെ വോയിസിന് എല്ലായിടത്തും ഒരു സ്പേസ് ഉണ്ട്. ഗോട്ട് ഇറ്റ്, ഗോട്ട് ഇറ്റ്. എനിക്ക് തോന്നുന്നു എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കുറെ ഡാറ്റ, അതായത് ഡെഫിനറ്റ്ലി ഐ മീൻ
ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റിൽ ഇതിനെക്കുറിച്ച് ഈ കോഴ്സിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പല ആൾക്കാരും പല കാര്യങ്ങളാണ് പറയുന്നത്. അതിന് പല ആൾക്കാരും പറയുന്ന പല കാര്യങ്ങളും റിയാലിറ്റി ആയിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. സോ എനിക്ക് തോന്നുന്നു ഇത്ര അറ്റ്ലീസ്റ്റ് ഇതിപ്പോൾ മലയാളത്തിലാണ് നമ്മൾ എടുത്തത്, കേരള ഓഡിയൻസിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും, അതായത് നമ്മളുടെ കേരളത്തിൽ നിന്ന് ഈ MBA പ്രിപ്പയർ ചെയ്യുന്നവർക്ക്. എന്തായാലും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻസൈഡ് ഔട്ട് PGDBA പറഞ്ഞു തന്നതിന് അനീസ് താങ്ക്സ്. അപ്പം എന്തായാലും താങ്ക്സ് ലോട്ട് ഫോർ അക്സെപ്റ്റിംഗ്, അത്ര ഷോർട്ട് നോട്ടീസിൽ അക്സെപ്റ്റ് ചെയ്ത് No വരുന്നത് worries, ഇത്ര no worries ഡീറ്റെയിൽ at ആയിട്ട് all. പറഞ്ഞു തന്നതാണ്. യാ, താങ്ക് യു ലോട്ട്. ഗുഡ് നൈറ്റ്.